On a hot, sultry day before the general elections 2024, Business Line took the road to one of the most picturesque constituencies in Kerala, Wayanad. This time, Wayanad's MP, Rahul Gandhi, might see a tough fight from a strong left contestant, the CPI's Annie Raja. She has been an active feminist voice in the country, standing up for people across sections. Prominently, she has been one of the petitioners to imprison Bilkis Banu's rapists. She stood up for the Veerappan Hunt victims and cookie activists during the Manipur violence. On that busy day, we got into Annie Raja's campaign vehicle to have a quick chat with her. ഈ തെരഞ്ഞെടുപ്പ് എസ്പെഷ്യലി പറയുമ്പോൾ ഈ ഇന്ത്യ ബ്ലോക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണല്ലോ. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ യൂഷ്വലി അലൈസ് ആയിട്ടുള്ള CPM, CPI, കോൺഗ്രസ് ഇവിടെ റൈവൽസ് ആണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂവിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? ഇടത് പാർട്ടികൾ വളരെ കൃത്യമായി, ഈവൻ കോൺഗ്രസും അത് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ള ഒന്ന്, കേരളത്തിൽ ഇവിടെ വളരെ കാലമായി നിലനിൽക്കുന്ന രണ്ട് സംവിധാനമാണ് LDF, UDF എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതായത് ഈ ഇന്ത്യ മുന്നണിയിലെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഓരോ സംസ്ഥാനങ്ങളുടെയും സ്പെസിഫിക് സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അലയൻസ് ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതല്ലാതെ നാഷണലി ഒരു അലയൻസ് എന്നുള്ള ഐഡിയ ഇല്ല. ഇപ്പം ഞാനിവിടെ ലോക്കൽ കുറച്ച് ആൾക്കാരടുത്ത് സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായ ഏറ്റവും വലിയ ഒരു ക്രിറ്റിസിസം അവരുടെ MP അവരുടെ മണ്ഡലത്തിൽ വരുന്നില്ല, വന്നാൽ അവരായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ആണ് അവർ പറയുന്നത്. അപ്പം ഡിഫറെൻ്റ് ആയിട്ട് മാമിന് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഇവിടെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് അതാണല്ലോ, അതല്ല ചെയ്യേണ്ടത്. അത് ആരുടെ ഔദാര്യമല്ല. അത് ഈ ഏത് ജനപ്രതിനിധി അല്ല, പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ഏത് ഘടകങ്ങളിലുള്ള ജനപ്രതിനിധിയായാലും ആ അവരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് അവരുടെ അവകാശം, ജനത്തിന്റെ അവകാശമാണ്. ഈ മണ്ഡലത്തെ കുറിച്ച് പാർലമെന്റിൽ ഒരു തവണയെങ്കിലും സംസാരിക്കണ്ടേ? ഇപ്പോൾ മാം സ്റ്റുഡൻറ് പൊളിറ്റിക്സിൽ നിന്ന് വന്ന ഒരാളാണ്. ഇത്രയും കാലം എന്താ പറയുക, ഒരു വൺ ഓഫ് ദ മോസ്റ്റ് prominent feminist voices in the country. You stood up for so many issues. പക്ഷെ മെയിൻ സ്ട്രീം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇത്രയൊരു ഡിലേ എന്താണ്? മെയിൻ സ്ട്രീം ഇലക്ട്രൽ പൊളിറ്റിക്സ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമൊന്നുമല്ല, അത് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദാറ്റ് പ്രോസസ്സാണ്. ഇപ്പോൾ എനിക്ക് ഇത്ര കാലവും പാർട്ടിയുടെ സംഘടനാ ചുമതലയാണ്. അത് ഞാൻ വിമൻ മൂവ്മെന്റ്, സ്ത്രീകളെ സംഘടിപ്പിക്കുക എന്നാണ്, അതിന് ഉള്ള വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചു. ഇപ്പോൾ പാർട്ടി എനിക്ക് പുതിയൊരു ഉത്തരവാദിത്വം തരികയാണ്. അതായത് ആസ് എ കാൻഡിഡേറ്റ് യു കണ്ടസ്റ്റ് എന്ന് പാർട്ടി പറയുന്നു. ഇടതുമുന്നണി ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വരുന്നത്.